കാസർഗോഡ് ചീമേനി മുക്കടയിൽ നിർമ്മിക്കുന്ന വൻകിട കുടിവെള്ള പദ്ധതിക്കെതിരെ പ്രതിഷേധം. തേജസ്വിനി പുഴയിൽ നിന്നും 3 കോടിയിലധികം ലിറ്റർ വെള്ളം പ്രതിദിനം കൊണ്ടുപോകാൻ ലക്ഷ്യമിടുന്ന പദ്ധതി വരൾച്ചയ്ക്ക് കാരണമാകുമെന്നാണ് ആശങ്ക. ശാസ്ത്രീയമായ പഠനം പോലും നടത്താതെ ആരംഭിച്ച പദ്ധതി നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. കാര്യങ്കോട് പുഴയിൽ മുക്കടയിലാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വൻകിട കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നത്. മുക്കട പാലത്തിനടുത്തായി പമ്പ് ഹൌസും പള്ളിപ്പാറയിൽ ശുദ്ധീകരണ പ്ലാന്റും സ്ഥാപിച്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ പഞ്ചായത്തുകളിലേക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുപോകുന്നതാണ് പദ്ധതി. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയായി ഇതേ പുഴയിൽ കാക്കടവിൽ നിലവിൽ 2 കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏഴിമല നാവിക അക്കാദമിക്കും രാമന്തളി പഞ്ചായത്തിനും പെരിങ്ങോം CRPF ക്യാമ്പിനുമായി 1 കോടി ലിറ്ററിലധികം വെള്ളമാണ് പ്രതിദിനം ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. ഇതിനു പുറമെ ജലജീവൻ മിഷൻ പദ്ധതി വഴി കയ്യൂർ ചീമേനി പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലേക്കും ആവശ്യമായ കുടിവെള്ളം ശേഖരിക്കുന്നതും ഇവിടെ നിന്നാണ്. ഈ പദ്ധതി പ്രദേശം വേനൽക്കാലമായാൽ വറ്റിവരളുന്നത് പതിവാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പ്രദേശത്ത് നിന്നുള്ള കാഴ്ച ഇങ്ങനെ. സാഹചര്യം ഇങ്ങനെയായിരിക്കെ ശാസ്ത്രീയമായ പഠനം പോലും നടത്താതെ ആരംഭിക്കുന്ന വൻകിട പദ്ധതിക്കെതിരെ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. നിലവിലുള്ള പദ്ധതി വേനൽ മഴയൊന്നുമില്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ്യോടുകൂടി വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. തുടർന്ന് ഈ പദ്ധതിയിൽ അത് ആകെ ഉപയോഗിക്കുന്ന 1 കോടി 10 ലക്ഷമാണ്. 30 ലക്ഷം കയ്യൂർ ചീമേനി പഞ്ചായത്തിനും ബാക്കിയുള്ള 3 പ്രദേശത്തായിട്ട് 80 ലക്ഷമാണ് അവരുടെ കണക്ക്. ഇപ്പോൾ പറയുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ 3 കോടിയോളം ലിറ്റർ വെള്ളം ഒരു ദിവസം, അതിനാവശ്യമായ ജലസ്രോതസ്സാണോ ഈ തേജസ്വിനിയിൽ നിലവിൽ ഈ പ്രൊജക്റ്റ് ആരംഭിക്കുന്നിടത്തുള്ളതാണ് വലിയ ആശങ്ക. അപ്പോൾ അത് പുഴ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്. അതിന് ശാസ്ത്രീയമായ എന്തെങ്കിലും പഠനമോ കാര്യങ്ങളോ നടത്തിയതായിട്ട് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഈ പദ്ധതി അവതരിപ്പിക്കുന്ന ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള അവസ്ഥ കൂടിയുണ്ട്. പാലായി ഷട്ടർ കം ബ്രിഡ്ജ് പൂർണ്ണമായി അടച്ച് വെള്ളം സംഭരിച്ചാലും 60 ദിവസം തുടർച്ചയായി ശേഖരിക്കാനുള്ള വെള്ളം മാത്രമേ പുഴയിൽ ഉണ്ടാകൂ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വൻകിട പദ്ധതി വഴി കോടിക്കണക്കിന് ലിറ്റർ വെള്ളം പ്രതിദിനം ശേഖരിച്ചാൽ പുഴ വരളുമെന്നുറപ്പാണ്. ഇരുകരകളിലുമുള്ള കിണറുകളും ജലസ്രോതസ്സുകളും വറ്റിപ്പോകുമെന്ന ആശങ്കയുമുയരുന്നുണ്ട്. ഒരു സാധ്യതാ പഠനം പോലും നടത്താതെയാണ് ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി വാട്ടർ അതോറിറ്റി തീരുമാനിച്ചത്. വാട്ടർ അതോറിറ്റി ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ പറഞ്ഞത് 64 ദിവസം വരെയുള്ള വെള്ളം മാത്രമാണ് നിലവിൽ പുഴയിലുള്ളത്. പ്രതിദിനം 3 കോടി മുതൽ 3.5 കോടി ലിറ്റർ വെള്ളം കൊണ്ടായാൽ ഏകദേശം ഒരു 64 ദിവസം വരെ വെള്ളമുണ്ട്. അത് കഴിഞ്ഞാൽ പുഴയുടെ അവസ്ഥ എന്താണെന്ന് വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ പദ്ധതി തീർത്തും ഉപേക്ഷിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ അതിശക്തമായ പ്രതിഷേധം ഉണ്ട്. പദ്ധതി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ എന്ന രീതിയിൽ പരിസരവാസികൾക്കെല്ലാം പറയാനുള്ളത്. കൃഷിക്കുള്ള ജലസേചനത്തിനായി പുഴയെ ആശ്രയിക്കുന്ന ജനങ്ങളും പ്രതിസന്ധിയിലാവും. വേനൽക്കാലത്ത് ടാങ്കർ വഴി കുടിവെള്ളം എത്തിക്കേണ്ടി വരുന്ന കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലാവും. ശാസ്ത്രീയമായ പഠനമോ മുന്നൊരുക്കങ്ങളോ ഇല്ലാതെ ആരംഭിക്കുന്ന പദ്ധതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട ചീമേനിയിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ടുവരാനാണ് തീരുമാനം. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.